നിഖിൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു വടക്കൻ ജില്ലകളിൽ. ഇന്ന് എന്താണ് സാഹചര്യം നിഖിൽ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, സ്മിത. ഇന്ന് കോഴിക്കോട്ടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കക്കൻ ഡാമിലടക്കം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ കാര്യമായ മഴ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് മഴ ഏതാണ്ട് പെയ്തു തുടങ്ങുന്നത്. ഇപ്പോൾ നന്നായി തന്നെ മഴ പെയ്യുന്നുണ്ട് നഗരത്തിൽ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിവിധ ഗ്രാമപ്രദേശങ്ങളിലേക്കടക്കം റൂറൽ മേഖലയിലേക്കും മലയോര മേഖലകളിലേക്കും ഒക്കെ കടന്നു ചെല്ലുമ്പോൾ നഗരത്തിലേതിന് സമാനമായ തരത്തിൽ രാത്രിയിൽ മഴ കുറവുണ്ടായിരുന്നു. എന്നാൽ രാവിലെ ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ താമരശ്ശേരി മേഖലയിലടക്കം അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായിരുന്നു. കട്ടിപ്പാറ മേഖലയിലടക്കം മലയിടിച്ചിൽ ഭീഷണി അടക്കം ഉണ്ടാവുകയും ഏതാണ്ട് 17ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ആശങ്ക തീരദേശ മേഖലകളിലാണ്. ഗോദീശ്വരം അടക്കമുള്ള തീരദേശ മേഖലകളിൽ നമ്മൾ ഇന്നലെ സന്ദർശിച്ചതാണ്. അവിടെ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ഉണ്ടാവുകയും വീടുകളിലേക്കൊക്കെ ഈ വെള്ളം ഇരച്ചെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നും സമാനമായ രീതിയിലുള്ള കനത്ത മഴ ജില്ലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ മഴ പെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മലപ്പുറത്ത് മഴയുടെ സാഹചര്യത്തിന് ഇന്നലത്തേതിൽ നിന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യമായ കുറവുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വയനാട് ഇന്നലെ നമുക്കറിയാം വലിയ രീതിയിൽ അവിടെ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മക്കിമലയിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ള ആശങ്കയെ തുടർന്ന് ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ജനവാസ മേഖലകളിലേക്ക് വെള്ളം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പുഴയുടെ തീരത്തുള്ളവരെ മാറ്റി പാർപ്പിക്കാൻ ഇന്നലെ തന്നെ നീക്കം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ട് മുതലാണ് ഈ പുഴയിൽ ഒരു കുത്തൊഴുക്ക് കാര്യമായി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ആറളം മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഈ വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ളതാണ് കരുതിയിരുന്നത്. അവിടുത്തെ പുനരധിവാസ മേഖലയിലെ 13, 11 ബ്ലോക്കുകളിലാണ് ഇന്നലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് കൂടുതൽ ഉയർത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബാവലി ആറളം പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. മറ്റ് ജില്ലകളിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് അടക്കം മഴയ്ക്ക് നേരിയ കുറവുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. പക്ഷേ രാവിലെ മുതൽ ഇങ്ങനെ പെയ്തു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ അതായത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട്. നിഖിൽ പ്രമേശാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.